പാലക്കാട് 34.60% ഇതുവരെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉള്ള കണക്ക് വോട്ടിംഗ് ശതമാനം. പാലക്കാട് എന്തായിരിക്കും സ്ഥിതി? നമുക്കറിയാം, വയനാടും ചേലക്കരയും ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2 മണ്ഡലങ്ങളാണ്. പാലക്കാട് ഈ രഥോത്സവം നടക്കുന്നതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് നീട്ടിയത്. പക്ഷേ ഒരു താരമണ്ഡലമായി യഥാർത്ഥത്തിൽ മാറിയത് പാലക്കാടാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഓരോ ദിവസവും ഉണ്ടാകുന്ന ട്വിസ്റ്റുകൾ, അങ്ങനെ ആകെ കേരളത്തിൻ്റെ ശ്രദ്ധ പാലക്കാടേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേതാക്കന്മാരുടെ വലിയ നിര വരുന്നു. നേതാക്കന്മാർ ഇടയ്ക്ക് പാർട്ടി വിട്ടുപോകുന്നു. അവിടെ തന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് വന്ന സരിനാണ്. അപ്പോൾ ആ തരത്തിൽ ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമ പോലെ പാലക്കാട് നമ്മുടെ മുന്നിലുണ്ട്. ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് പാലക്കാട് മണ്ഡലത്തിൽ. അതിങ്ങനെ സംഭവവിപുലമായി നടക്കുകയും ചെയ്യുന്നു. എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? വൻ ട്വിസ്റ്റാണല്ലേ? അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പാലക്കാട് ഇത്രയും തിരഞ്ഞെടുപ്പ് ചരിത്രം വെച്ച് നോക്കുമ്പോൾ തന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നിമിഷം വരെയും ഇത് ശരിക്കും വോട്ടർമാരുടെ കയ്യിലിരിക്കുവാണ് സംഭവം. ആ ഒരു മത്സര ഓട്ടത്തിൻ്റെ ഫോട്ടോ ഫിനിഷ് ഏകദേശം ഇന്നത്തെ ദിവസം വിധിയെഴുത്തായി. അപ്പം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ പാലക്കാട് ഡിക്ലെയർ ചെയ്തപ്പം സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു നിരീക്ഷക എന്നുള്ള രീതിയിലെല്ലാം നോക്കിയപ്പോൾ സംഘപരിവാർ അല്ലെങ്കിൽ ആദ്യം അവിടെ തുടങ്ങും. അവിടെയൊക്കെ ക്യാമ്പുകളിൽ സ്ഥാനാർത്ഥിയുടെ നിർണയം വന്നു. അപ്പം പതിവ് കൃഷ്ണകുമാറാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ വാഗ്വാദങ്ങളെല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ അതിൽ കണ്ടപ്പം ചിലയിടത്ത് ഒരു നിരാശ, സ്ഥിരം സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു നിരാശ വന്നു. അപ്പോൾ ഈ സന്ദീപ് വാര്യർ രാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ടില്ല, സന്ദീപ് വാര്യർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യരുടെ പ്രസ്താവന വരുന്നു. അവിടെ നിൽക്കേണ്ടിയിരുന്നത് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രസ്താവനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ രാഷ്ട്രീയം മൊത്തത്തിൽ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്കതിൽ കെ സുരേന്ദ്രനല്ല, ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ആ ഒരു പേര്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു വനിതാ നേതാവുണ്ടെങ്കിൽ ഏത് പാർട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായും പറയേണ്ട ഒരു പേര് ശോഭാ സുരേന്ദ്രനാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എവിടെ അവർ മത്സരിച്ച് കഴിഞ്ഞാലും അവരുടെ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവരികയാണ് അല്ലേ. കാരണം ശരിക്കും പറഞ്ഞാൽ പാർട്ടി നേതൃത്വം ഒക്കെ എത്രത്തോളം അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു എന്നറിയില്ല. പക്ഷേ അവരുടെ ആ ഒരു പ്രസംഗങ്ങൾ കാണാനും ആൾക്കാർ ശോഭാ സുരേന്ദ്രൻ ആദ്യത്തെ ഒരു ശോഭ, അതിൽ നിന്ന് ആ ശോഭയുടെ ഒരു എന്താ പറയുക ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അപ്പം ആ ഗ്രാഫിനനുസരിച്ച് തന്നെ അവരുടെ വോട്ട് ഷെയർ എവിടെ നിന്ന് കഴിഞ്ഞാലും വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ശോഭ നല്ലൊരു ചോയ്സ് ആണല്ലോ എന്ന് തോന്നി. പിന്നെ നോക്കിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി, പുള്ളി പാലക്കാടുകാരൻ എന്നുള്ള രീതിയിൽ അവിടെ ജനങ്ങൾക്കിടയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് ഓരോ ഇലക്ഷനും നിൽക്കുന്നുണ്ട്, തോൽക്കുന്നുണ്ട്. അപ്പോൾ തോൽവി നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഏത് ഒരു ജനസേവകനായിക്കോട്ടെ അല്ലെങ്കിൽ ജനനേതാവായിക്കോട്ടെ, സോ ആ ഒരു മണ്ഡലത്തിൽ നിന്ന് കയറി മുന്നിലെത്തി ജയിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള, കാരണം ഒരിക്കലും അദ്ദേഹം വിട്ടുപോകുന്നില്ല. അപ്പം ഇലക്ഷൻ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നോക്കാം. അപ്പോൾ കോൺഗ്രസിൻ്റെ അവിടെ അപ്പോഴാണ് കോൺഗ്രസ് സ്ഥാനനിർണയം വരുന്നു. വലിയ നമ്മുടെ കേരള രാഷ്ട്രീയത്തെ തന്നെ ഒരു വല്ലാത്ത രീതിയിലാക്കുന്ന വൻ പൊട്ടിത്തെറി ഇന്ത്യൻ നാഷണൽ നമ്മുടെ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കേരളത്തിലുള്ള അവിടെ വരുന്നു. സരിൻ ആദ്യത്തെ വെടി പൊട്ടിക്കുന്നു, മാറുന്നു. നമ്മൾ കണ്ടു പിന്നെ എന്താണ് സംഭവിച്ചു എന്നുള്ളത്. സ്വയം അദ്ദേഹം ഒരു കോമാളിയെ മാറുന്നു. അപ്പോൾ രാഹുലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ യൂത്ത് ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല കോൺഗ്രസ്സുകാർക്കിടയിലും പൊതുവേ നല്ലൊരു ഇമേജ് ഉണ്ട് രാഹുലിന്. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് മറ്റേ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഒരുപാട് കുറച്ചൊരു എതിർപ്പാളയങ്ങളിൽ നെഗറ്റീവ് ഇതുമുണ്ട്. എന്നിരുന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർ വന്നപ്പോൾ സരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒപ്പം ഇവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. ഒരു പാർട്ടി മാറിക്കഴിഞ്ഞാൽ ഒരു കൂടുമാറ്റം. അപ്പം ചാനലുകളെല്ലാവരും അല്ലെങ്കിൽ വാർത്തകളെല്ലാം സരിൻ്റെ പിന്നാലെയായി. അപ്പം രാഹുലിൻ്റെ തട്ട് കൂടി. അപ്പോൾ അവിടെ സംഘപരിവാറിൻ്റെ ഇതിൽ കൃഷ്ണകുമാർ, അപ്പോൾ ശരിക്കും രാഹുലാണെന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കൃഷ്ണകുമാറിൻ്റെ സാധ്യത മങ്ങുകയാണ്. അത് സത്യം തന്നെയാണ്. അങ്ങനെ ഒരു ഇത് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സന്ദീപ് വാര്യരുടെ രംഗപ്രവേശം ഇതെല്ലാം. അപ്പോൾ സന്ദീപ് വാര്യരുടെ ആദ്യത്തെ പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അവിടെ സുനിശ്ചിതമായിട്ടുള്ള വിജയം രാഹുൽ കൊണ്ടുപോകുന്നു. കാരണം നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പരാമർശിച്ച നേതൃത്വം അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഒരു രീതി, അതിൽ പ്രത്യേകിച്ച് നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് ചെയ്ത രീതി, അമ്മ മരിച്ചപ്പോൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ആദ്യത്തെ തുടക്കത്തിലെ പരാമർശങ്ങൾ അത്ര ബാലിശമായിട്ട് തോന്നിയില്ല. പാർട്ടികൾക്കാർക്കിടയിൽ തന്നെ ഒരു ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ്. കാരണം അവർ 2 വിഭാഗമായിട്ട് തിരിഞ്ഞപ്പോഴും സന്ദീപ് വാര്യർ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവർ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു സന്ദീപ് വാര്യർക്കൊപ്പം. അപ്പം നമുക്ക് തോന്നി അയ്യോ പുള്ളി തന്നെ സ്വന്തം പാളയത്തിലുള്ള ആൾക്കെതിരെ വ്യക്തമായിട്ടുള്ള ഇതുമായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോകുന്നു. അപ്പോഴും
സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു വെറുപ്പും അങ്ങനെ സംഭവങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല. ഇടതിലേക്ക് പോകുന്നു വിശ്വസിച്ചിരുന്ന ഒരു സന്ദീപ് വാര്യർ വൻ ട്വിസ്റ്റ് നടത്തി കോൺഗ്രസിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ നിന്നാണ് സന്ദീപ് വാര്യർ എന്നുള്ള ഒരു വ്യക്തി അധപതനത്തിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് എത്തുന്നതെന്ന് പറയാം. അതുവരെയും സന്ദീപിനെ ആരും ശരിക്കും സംഘപരിവാർ പാളയങ്ങളിലൊക്കെ സന്ദീപിനെതിരെ ഒരു ക്യാമ്പയിൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വിഷമം പല ആ കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാൻ പറയാം. ആദ്യം പോകരുത് അല്ലെങ്കിൽ പോയി എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും മനസ്സുകൊണ്ടൊരു വെറുപ്പും ക്യാമ്പയിനിങ് ഒന്നും വരുന്നില്ല. പക്ഷേ സന്ദീപിന് കാലിടറിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അയാളുടെ നാവ്, ഏത് നാവ് കൊണ്ടാണോ അയാൾ ഇത്രയും ഫാൻസ് അസോസിയേഷൻസും എല്ലാം എന്താ പറയുക അങ്ങനെ പിടിച്ചെടുത്ത ഒരാൾ, അതേ നാവ് പിഴ കൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും മോശം അവസ്ഥയിലേക്ക്. ഇന്നും കൂടെ സന്ദീപ് വാര്യർ ഈ ഒരു കേരള രാഷ്ട്രീയത്തിൽ ആ ഒരു മുഖം അല്ലെങ്കിൽ പ്രസക്തനാവുന്നുള്ളൂ. ഇന്നത്തെ തെരഞ്ഞെടുപ്പോട് കൂടി സന്ദീപ് വാര്യർ എന്നുള്ളൊരു എപ്പിസോഡ് ഫിനിഷ് ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അയാൾക്ക് ആർക്ക് വേണമെങ്കിലും കൂടുമാറാം അല്ലേ, കേരള രാഷ്ട്രീയത്തിൽ അത് പുതുമയൊന്നുമല്ല. പക്ഷെ അതുവരെയും സരിൻ എന്നുള്ളൊരു വ്യക്തിനെയായിരുന്നു സത്യം പറഞ്ഞാൽ വിമർശനം നമുക്കൊക്കെ തോന്നിയത്, സരിൻ ഇങ്ങനെ. പക്ഷെ ആ സരിനേക്കാളും ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ളൊരു നമുക്കൊരു ആലോചിക്കുമ്പോൾ തന്നെ ഇത്രയും തരം താണവനാണോ ഈ സന്ദീപ് വാര്യർ എന്ന് തോന്നിയത് സന്ദീപ് വാര്യർ നടത്തിയ അനാവശ്യ പരാമർശങ്ങളായിരുന്നു. അതുവരെ ഇന്നലെ വരെ നിന്നിരുന്നൊരു പാർട്ടി, എൻ്റെ പ്രസ്ഥാനം എനിക്ക് വലുതാണ്, എൻ്റെ അമ്മയുടെ സ്ഥലമെടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നൊരു വ്യക്തി, 3 എന്താ പറയുക യുദ്ധങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഗോവിന്ദ വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു സേനാനിയുടെ മകൻ എന്നുള്ള ആ ഒരു ഇതൊക്കെ ആയിട്ട് പുള്ളി തന്നെയാണ് സെൽഫ് ബൂസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വന്നതെന്ന് തോന്നുന്നു എല്ലാം. അപ്പം അതിൽ നിന്ന് നോക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ കരിയർ അല്ലെങ്കിൽ ഗ്രാഫ് എടുത്ത് നോക്കുമ്പം അയാൾ എന്നും സ്വയം പൊങ്ങി വന്ന് ഒരു ബലൂൺ മാത്രമായിരുന്നു. അയാളുടെ തന്നെ PR ആയിരുന്നു കാണാം. അയാളെ ഇത്രയും വലിയൊരു ചാനൽ ചർച്ചകളിലൊക്കെ പോയിട്ട് എനിക്ക് തോന്നിയിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചാനൽ ചർച്ചകളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമുക്കൊരു ചാനൽ ചർച്ചകളിൽ അന്ന് മാസമൊക്കെ ഇട്ട് BGM ഓടിച്ച ആൾക്കാരാണ് കേട്ടോ സംഘപരിവാർ തന്നെയാണ്. അത് നമ്മൾ പറയണം. പുള്ളി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ചാവക്കാളയായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഒരു സംവാദം എന്ന് പറഞ്ഞാൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ ആ ഒരു ക്വാളിറ്റിയിൽ നിന്നൊക്കെ നേരെ താഴെ പോയിട്ട് അങ്ങോട്ട് എടാപോടാ വിളിയൊക്കെ ആയിട്ട് വന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 2 പാളയങ്ങളും ഇത് ആഘോഷിച്ചു. മാസ് BGM ഇട്ട് 2 പാളയങ്ങളൊക്കെ ആഘോഷിച്ചാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ പുള്ളി ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പം തനിയെ ഒരു സെൽഫ് ഹീറോ ആയിട്ട് മാറി സ്വയം ഒരു എന്താ പറയുക ഞാനാണ് ഹീറോ, ഒരു ക്രൗഡ് പുള്ളറാണെന്ന് സ്വയം തോന്നി തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇന്ന് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ബിഗ് സീറോയാണ്. ഹീറോയിൽ നിന്ന് സീറോയിലേക്കുള്ള ഒരു പതനം. അതിന് മെയിനായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയം വെച്ച് തന്നെ നോക്കുകയാണെങ്കിലും നേതൃത്വത്തോട് ദേഷ്യമുള്ള ഒരുപാട് പേരുണ്ടാവാം. ഇനി കോൺഗ്രസ്സുകാരാണെങ്കിൽ തന്നെ. പക്ഷെ മോഡി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ സംഘപരിവാറുകാരും അവരുടെ അതിശേദ്യ നേതാവാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ ഇന്ത്യൻ കോൺഗ്രസ്സിൽ നോക്കിക്കഴിയുമ്പോൾ പലർക്കും സങ്കടമാണ്. ആ ഒരു കുടുംബാധിപത്യം ഉണ്ടെങ്കിലും നെഹ്റു ഫാമിലി അല്ലെങ്കിൽ ഗാന്ധിജി പുള്ളിയെ പറയുമ്പോൾ പലർക്കും ഭയങ്കര ഫീലിംഗ് ആണ് അല്ലേ, ഒരു ഐക്കൺ എന്നുള്ള രീതിയിൽ. അതുപോലെ സംഘപരിവാർ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവിടെ ഏറ്റവും വലിയൊരു ജനനായകനായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പം നരേന്ദ്ര മോദിയാണ്. ആ മോദിയിൽ നിന്ന് തുടങ്ങി വർഗീയ പരാമർശമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെയൊക്കെ പരാമർശിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ വരെ വിളിച്ചിരുന്ന അല്ലെങ്കിൽ സന്ദീപിലൊരു കുറച്ചെങ്കിലും ഒരു സന്ദീപ് പറയുന്ന വാക്കുകൾക്ക് കുറച്ചെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഫാൻസ് പോലും കാർക്കിച്ച് തുൽപ്പുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പ്രസ്ഥാനത്ത് നമുക്ക് മാറാം. ആ പ്രസ്ഥാനത്തിന് മാറി ഒരു രാത്രി മാറുമ്പോഴേക്കും ഏറ്റവും വെറുപ്പിൻ്റെ കമ്പോളത്തിലാണ് ഞാൻ നിന്നത്, ഇനി സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതും കഴിഞ്ഞിട്ട് മറ്റൊന്ന് പാണക്കാട് വീട്ടിൽ പോയി. സ്വാഭാവികമായിട്ടും ഘടകകക്ഷിയാണ്, UDFൻ്റെ ഘടകകക്ഷിയാണ്. പക്ഷെ അവിടെ പോയിട്ടും ഇയാൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ ഈ സന്ദീപ് വാര്യർ ചെയ്ത ഒരു പ്രവൃത്തി കാരണം വോട്ട് മിക്കവാറും കുറച്ചൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഹിന്ദുക്കൾ പോലും മീൻസ് അവിടെ ഇനി കോൺഗ്രസ്സിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കൾ ഉണ്ടാവും. പക്ഷെ അവർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണക്കാട് കുടുംബം വിമർശനത്തിന് അതീതൻ, അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ പൊതുസമൂഹം പാണക്കാട്ട് കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് നിൽക്കുന്നുള്ളൊരു പരാമർശം. ഈ ജനാധിപത്യ ഇന്ത്യയിൽ ആരും വിമർശനത്തിന് അതീതനല്ല. അതാണ് ജനാധിപത്യം. അല്ലെ, നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ഈ വിരൽ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അവിടെ ആരും വിമർശനത്തിന് അതീതനല്ല. ഇവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഡെമോക്രസി, ജനാധിപത്യം എന്നൊരു മൊണാർക്കി അല്ലെങ്കിൽ ഒരു ഇത് രാജഭരണമാണോ? അവിടെ പോയി സന്ദീപ് വാര്യർക്ക് ആ ഒരൊറ്റ പരാമർശം തന്നെയാണ് അയാളുടെ ഞാൻ തോന്നുന്ന ഒരു ഹീറോയിൽ നിന്ന് ബിഗ് സീറോ. ഇന്നത്തോടു കൂടി സന്ദീപ് വാര്യർ എന്ന താരം അസ്തമിച്ചു.